ജീവിതത്തിൽ എന്റെ ആദ്യത്തെ ഒറ്റക്കുള്ള വിഷു ഖത്തറിലാണ് ഉള്ളത്. അക്ഷയ വന്നിട്ടില്ല. അപ്പൊ അക്ഷയ വരുന്നതിന് മുമ്പായിട്ട് വീടൊക്കെ ഒരു ചേച്ചിയെ വിളിച്ചിട്ട് വൃത്തിയാക്കിച്ചോണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒറ്റക്ക് കണിയൊക്കെ വെക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ എനിക്കുണ്ട്. എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നുള്ളത് കണ്ടറിയാം. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വീട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാനുള്ള ശ്രമത്തിലാണ്. പുള്ളിക്കാരി അടിക്കാനും തുടക്കാനും വന്നു. ഞാൻ ഈ സാധനങ്ങളൊക്കെ അടുക്കി പൊറുക്കി വെക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ദുബായിലും നാട്ടിലൊക്കെ ആയിട്ട് ആയതുകൊണ്ട് തന്നെ മൊത്തം പൊടി പിടിച്ച് അലങ്കോലമായിട്ട് കിടക്കുകയാണ് വീട്. കണി വെക്കലൊക്കെ നടക്കുമെന്ന് അറിയില്ല, അത് ചിലപ്പോൾ കണിയാവും. ഞങ്ങളുടെ രണ്ടുപേരുടെയും കുറേ നേരത്തെ ശ്രമത്തിന് ശേഷം വീട് ഇതേ ഭംഗിയായിട്ടുണ്ട്, അടിച്ച് തുടച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ മുമ്പ് മല പോലെ കിടന്നിരുന്ന തുണികളൊക്കെ എടുത്ത് ഞാൻ മടക്കി വെച്ച് ഷെൽഫിലാക്കി, എല്ലാം സൂപ്പറാക്കി. ഇനി എൻ്റെ നെക്സ്റ്റ് പ്ലാൻ ഒറ്റക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കണി വെക്കാൻ പോവാണ്. ഒറ്റക്ക് കണി വെച്ച് കണ്ടവനാണ് ഞാൻ എന്ന് പറയാം. ഞാൻ കണി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാർക്കാൻ സേവിൽ വന്നതാണ്. മൂപ്പരെ ഏൽപ്പിച്ചിട്ടുണ്ട് ചക്ക മാങ്ങ തേങ്ങ എല്ലാം സെറ്റ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിട്ട്. എന്റെ കണി ഇതേ പോന്നു. കൊന്നപ്പൂവൊക്കെ തീർന്നു പോയി, പകരം ചെണ്ടുമല്ലിപ്പൂവും കൊന്നപ്പൂവിന്റെ തണ്ടും ഉള്ളത് വെച്ചിട്ട് വിഷു പോലെ അല്ലേ. പിന്നെന്തിനാ ഹാപ്പി വിഷു. എന്റെ കണിയാണ് ദേ വരുന്നത്. വണ്ടി അപ്പുറത്താണുള്ളത്, മാറിപ്പോയി അപ്പുറത്തെ സൈഡിലാണുള്ളത്. കൊന്നപ്പൂല്ല, പകരം മുരിങ്ങാച്ചപ്പ് വെച്ചാലോ. ഞാൻ വേറെ 1-2 ഹൈപ്പ് മാർക്കറ്റിൽ പോയി, എവിടെയും കൊന്നപ്പൂല്ല, എല്ലായിടത്തും കൊന്ന പൊടിയേ ഉള്ളൂ. ഈ ബാക്കിൽ കാണുന്നതൊക്കെ കൊന്നമരാണാവോ. പടച്ചോനെ, വണ്ടിയിൽ പെട്രോൾ തീരാൻ പോവാണ്. വിഷുവായിട്ട് വഴി കിടക്കണേ വരുമോ. ഫൈനലി ഫാമിലിയിൽ വന്നപ്പോ കൊന്നപ്പൂ കിട്ടി. ഇതിങ്ങനെ മടങ്ങി ഒടിഞ്ഞിട്ടാ ഉള്ളത്. തുറന്നു നോക്കുമ്പോ എന്താവെന്നറിയാം. ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ ഉണ്ടെന്ന്. താങ്ക് യു ചേട്ടാ. അതിൻ്റെ ഇടയിൽ വിഷു പ്രമാണിച്ച് വണ്ടിയും വാഷ് ചെയ്ത് സെറ്റാക്കി. അടുത്തതായിട്ട് എന്റെ മുഖം മിനുക്കലാണ്. ഞാൻ എന്റെ സലൂണിൽ വന്നിട്ടുള്ളത്. ആരാ ഫ്രീ ഉള്ള? നീ ഫ്രീയാ? എന്നെ നല്ല വൃത്തിയൊക്കെ വിഷുവായിട്ട് നല്ല വൃത്തിക്ക് കണി കാണുന്നതാ. ഈ മഞ്ഞത്തലേനെ കണ്ട ഇവിടുത്തെ പുതിയ ആളാ. ഇവൻ ഇവിടുത്തെ ഏറ്റവും പഴയ ആളാ. ഇവൻ ഇവിടുത്തെ പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ സ്പെഷ്യലിസ്റ്റ്. വെൽക്കം ടു 974 ജെൻ സലൂൺ ബ്രോ. ഇപ്പൊ 974 ജെൻ സലൂൺ മാത്രമല്ല, നമുക്കൊരു ലേഡീസ് സലൂണും ഉണ്ട്. 974 ലേഡീസ് സലൂൺ. അപ്പൊ ലേഡീസ് ഇവിടെ വിസിറ്റ് ചെയ്യൂ, ജെന്റ്സ് ദേ അവിടെ വിസിറ്റ് ചെയ്യൂ. ഫുഡ് കഴിക്കാനാണെങ്കിൽ നമ്മുടെ അടാറ് തട്ടുകടയിൽ വിസിറ്റ് ചെയ്യൂ. ഇതിവിടെ ഒരു പണിയില്ലാണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഒരു പണിയില്ലാണ്ടിരിക്കുന്നത് പറയരുത്, ഭയങ്കര പണിത്തിരക്കിലാന്ന് പറയണം. ഭയങ്കര പണിത്തിരക്കിൽ നിൽക്കുന്ന അൻസാർക്കാം. എന്റെ മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട്. അക്ഷയ് തന്നെ വിളിച്ചു പറഞ്ഞു, അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീട്ടിലൊരു വിളക്കെങ്കിലും കത്തിച്ചു വെക്കണേന്ന്. ആ വാശിപ്പുറത്താണ് ഞാൻ ഇന്ന് കണി ഒരുക്കാൻ വരെ പോണേ. ഇവൻ ഇനിയിപ്പം പോയി കിടന്നുറങ്ങിയിട്ട് നാളെ വൈകുന്നേരം എണീക്കും. വൈകുന്നേരം കണി കണ്ടാ മതിയാ. ഞാൻ മറ്റേ കണി കാണിച്ചിട്ടേ. വേണ്ട അശോകന്റെ കണി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും മൂവി അത്. രാവിലെ ഇവര് വന്നിട്ട് ബെല്ലടിച്ചിട്ട് എന്നെ കണി കാണിച്ചിട്ട് ഓടുന്നു പറയുന്നുണ്ട്. എന്ത് കണിയാകുമ്പോ കാണിക്കാൻ പോണേ? നിങ്ങളൊക്കെ ആണെങ്കിൽ പോയി 1, 2, 3, 4 കൊല്ലം പോവും. നിങ്ങളല്ലേ കാശണ്ടിയില്ല കൃഷ്ണൻ. 2-3 മയിൽപ്പീലി ഉണ്ട്. കണി വെക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു പഴങ്കഞ്ഞി കുടിച്ചിട്ട് പോവാണ്. അതായത് അടാറ് തട്ടുകട എയർപോർട്ട് സ്ട്രീറ്റില് 24 hour ആണ് ഈ ഷോപ്പ്. ഇവിടെ പഴങ്കഞ്ഞിക്ക് അവൈലബിൾ ആട്ടോ രാത്രിയില്. ഓ മൈ ഗോഡ്, എന്നോ കത്തിച്ച വിളക്കാണ്. ഇതിന്റെ അവസ്ഥ നോക്കിയേ. വിളക്ക് വൃത്തിയാക്കാൻ അമ്മ അക്ഷയൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം കിച്ചണിൽ നിന്ന് തന്നെ വൃത്തിയാക്കിയത്. വിചാരിച്ച എത്ര പ്രശ്നമില്ല. 3 തിരിയാണോ 4 തിരിയാണോ എടുക്കാന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ 4 തിരി എടുത്തിട്ടുണ്ട്. ദീപം വിളക്ക് മാത്രം കഴുകിയാൽ പോരല്ലോ, കിണ്ടി ഉരുളിയും കഴുകണ്ടേ? സത്യത്തിൽ ഈ വീട്ടിൽ കിണ്ടി ഉരുളിയൊക്കെ ഉള്ളത് ഞാൻ ഇപ്പോഴാണ് കാണണം. ഉരുളിയിൽ കണി വെക്കുന്ന സമയത്ത് അരി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇട്ട് കളയാം. ദൈവം, ഈ വീട്ടിൽ അരി എവിടെയായിരിക്കും? അരി പോലെ ഉണ്ട്, പക്ഷെ അരിയല്ല, ഇത് വേറെന്താ സാധനം. ഒടുവിൽ ഞാനത് കണ്ടെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. കണി എന്ന് പറയുമ്പോ എന്തും കാണാലോ. കിടക്കട്ടെ. അരി തപ്പുന്നതിന്റെ കൂട്ടത്തിൽ ഒരു സേറും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ എപ്പോ വാങ്ങിക്കൊണ്ടച്ചാവോ? എന്റെ കണ്ണ് കണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ കണി വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ, പണം, സമയം, വാഹനം, അതുപോലെ എന്റെ ആയുധമാണ് മൈക്ക്, അതുപോലെ അണ്ടിപ്പരിപ്പ്, ബദാം, 2 തരത്തിലുള്ള അരി, കിണ്ടിയിൽ വെള്ളം, വിളക്ക്, സരസ്വതി, പിന്നെ വേറെ തരത്തിലുള്ള അണ്ടിപ്പരിപ്പ്, പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ ചെറാത് കിട്ടി, അതും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സസ്യ, ലത, ഫല, ഫൂലാദികൾ എല്ലാ സംഭവമായിട്ട് ഗംഭീരമായി എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കണി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കൂടുതൽ നന്നായി പോയോ?
ഇനി ഞാൻ സ്വർണം വെച്ചില്ല. അക്ഷയുടെ ചെറിയൊരു ആഭരണപ്പെട്ടിയും വെച്ചു, സെറ്റ്. അപ്പോൾ ഓക്കെ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവാണ്. ഇനി ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നേറ്റിട്ട് ഞാൻ ഉണ്ടാക്കിയാണ് എനിക്ക് തന്നെ കാണാനുള്ളതാണ്. ഗുഡ് മോർണിംഗ്. രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുന്ന വരവ് കാണാൻ വേണ്ടിയിട്ട് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. അങ്ങനെ ഞാൻ കണി കാണാൻ വരികയാണ്. ഹാപ്പി വിഷു. നല്ല ടീമായിങ്ങള്. നല്ലൊരു വർഷമാവട്ടെ. ഹലോ, നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, എണീറ്റിട്ടിരിക്കുകയാണ് ഞാൻ. സ്റ്റാറ്റസിലെ സ്റ്റോറിയിലെല്ലാം വിഷു തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, ഫുൾ ബിസി. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഒന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. വിഷു ആയിട്ട് കണി വെച്ചില്ല. പിന്നെ ഹാപ്പി വിഷു, വീണ്ടും വീണ്ടും ഹാപ്പി വിഷു പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചെടികൾ മാത്രമേ നീ കാണുള്ളൂ, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇത്രയും സാധനം നീ കാണില്ലേ? മാങ്ങാത്തെടി, അവളുടെ ചെടികളേ ഉള്ളൂ. അതെ, ആ കൃഷ്ണനെടുത്ത് മിഡില് വെക്ക്. ഇനി നിന്റെ കുറ്റ കണ്ടുപിടിച്ചോ? എന്നാ ഞാൻ എനിക്ക് വേറൊരു കണി കൂടി കാണിച്ചു തരാം. ഹലോ, how are you? I am fine, thanks. എവിടെ ഒന്ന് കാണട്ടെ, ഞങ്ങൾ ആളെ കാണട്ടെ. ഹലോ, how are you കുട്ടി? ഹാപ്പി വിഷു. ഞാൻ എഴുന്നേറ്റിട്ട് കടി വെച്ച് വിളക്ക് കത്തിച്ചിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കുണ്ട് ആരോ വാതിൽ തുറക്കുന്ന സൗണ്ട്. നോക്കുമ്പോ ദൈവരേറിയത്. വൺ മോർ തിങ്, കൺഗ്രാറ്റുലേഷൻസ് ഫോർ UAE ഗോൾഡൻ വിസ. അപ്പൊ അടിച്ചിട്ട് വായോ? ഇല്ലേ, ഒരുപാട് പേര് എന്നോട് ചോദിക്കും ഇവിടെ എന്തുകൊണ്ട് വന്നില്ല അതിന് ഉത്തരവായിക്കോട്ടെ. അപ്പൊ വീണ്ടും ഹാപ്പി വിഷു. മുണ്ടും ഷർട്ടൊക്കെ എടുത്തിട്ട് ഞാൻ വിഷു ദിനത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി സദ്യയൊക്കെ കഴിക്കണം, ഒരു ഇൻവിറ്റേഷൻ ഒക്കെ ഉണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ റീജിയണൽ ഹെഡ് സന്തോഷ് ഏട്ടന്റെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ അടിപൊളി വിഷു സദ്യ. ഞങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ ചേർന്ന് ചേച്ചിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ അടിപൊളി സദ്യ ആസ്വദിച്ച് കഴിച്ചു. ഗംഭീരമായിട്ട് അങ്ങനെ നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ വിഷുവും കഴിഞ്ഞ് വിഷുവിന്റെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് ആ ഫോട്ടോസ് ഇങ്ങനെ നോക്കിയിട്ട് അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരമാണ്. കുറേ കാര്യങ്ങളിലൂടെ കടന്നുപോയതുകൊണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. ഇതുവരെ ഫുള്ളായിട്ട് കണ്ട ആൾക്കാരൊരു കമന്റ് ചെയ്യാണ്. അതുപോലെ നിങ്ങളുടെ ഈ ഒരു വർഷവും ഗംഭീരമായിട്ടിരിക്കട്ടെ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ഗിവ് അവേ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 പേർക്ക് 25,000 രൂപ വീതം കൈനീട്ടം നൽകുന്നുള്ളത്. അതിന്റെ വിന്നേഴ്സിനെ ചൂസ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ആരൊക്കെയാണ് വിൻ ചെയ്തിട്ടുള്ളത്. സോ ഇനിയും അതുപോലത്തെ സംഗതികൾ വരുന്നു. നിങ്ങൾക്ക് തിരിച്ച് എനിക്ക് തരാൻ പറ്റുന്ന വിഷു കൈനീട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട ആൾക്കാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.